പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇന്ന് മഹത്തായ മെയ് ദിനം ലോകമെമ്പാടും തൊഴിലാളികൾ അഭിമാനത്തോടും വർദ്ധിതമായ പോരാട്ട വീര്യത്തോടും കൂടി ആചരിച്ചു വരികയാണ്. ഈ രാജ്യത്ത് നമ്മൾ ഈ മെയ് ദിന ആചരണ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സമസ്ത മേഖലകളിലും തൊഴിലാളികൾ വലിയ തോതിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചിക്കാഗോയിലെ തൊഴിലാളികൾ ചിന്തിയ ആ രക്തത്തിൽ നിന്നും ആ പോരാട്ടത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് തൊഴിലാളികളുടെ ആ പോരാട്ടത്തെ ഭയപ്പെട്ടുകൊണ്ട് മുതലാളി വർഗത്തിൽ നിന്നും തൊഴിലാളി വർഗം പിടിച്ചുപറ്റിയ ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ സംഘടിക്കുവാനും കൂട്ടായി വിലപേശാനും ഉള്ള അവകാശങ്ങൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ള ഒരു നൂറ്റാണ്ടിനപ്പുറം തൊഴിലാളികൾ നേടിയെടുത്ത ആ അവകാശങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ ഭരണാധികാരികളും വിശിഷ്യ കേരളത്തിലെ ഇടതെന്ന് അവകാശപ്പെടുന്ന ഗവൺമെന്റും ചവിട്ടിമെതിക്കുകയാണ്. 44 തൊഴിലാളി അനുകൂല നിയമങ്ങൾ റദ്ദു ചെയ്യുകയും പകരം 4 ലേബർ കോഡുകളാക്കി തിരിച്ച് തൊഴിലാളികളെ കോച്ച് വിലങ്ങിട്ട് മുതലാളിമാർക്ക് യഥേഷ്ടം എത്ര സമയം വേണമെങ്കിലും പണിയെടുപ്പിക്കുവാൻ ഒത്താശ ചെയ്തുകൊണ്ടുള്ള ലേബർ കോഡാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ആവിഷ്കരിച്ചത്. ആ നരേന്ദ്രമോദിയുടെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ AIUTUC ഉൾപ്പെടെ CITU ഉൾപ്പെടെ INTUC ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തുകയുണ്ടായി. ആ പോരാട്ടങ്ങളിൽ ലേബർ കോഡുകൾക്കെതിരായുള്ള മുദ്രാവാക്യങ്ങൾ നമ്മൾ ഉയർത്തുകയുണ്ടായി. എന്നാൽ CITUവിന് ഗണ്യമായ സ്വാധീനമുള്ള CITU നേതൃത്വം നൽകുന്ന എന്നവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ്, കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ നരേന്ദ്രമോദിയുടെ ലേബർ കോഡിന് കേരളത്തിൽ ഇന്ത്യ രാജ്യത്താകെ ആദ്യമായി കേരളത്തിൽ തന്നെ ആ ലേബർ കോഡിന് അനുകൂലമായി ചട്ടം രൂപീകരിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതറിയുമോ? ഇതാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ഥിരമായ തൊഴിൽ എന്നുള്ള സമ്പ്രദായം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് സമസ്ത മേഖലകളിലും കരാർ തൊഴിലിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. മഹത്തായ നമ്മുടെ KSRTC എന്നുള്ള പൊതുമേഖലാ സ്ഥാപനം, പുകഴ്പെറ്റ ആ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് വിൽപ്പനയുടെ പാതയിലാണ്. സുഹൃത്തുക്കളെ, അവിടെ തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ കഴിയില്ല എന്നും തൊഴിലാളികൾക്ക് അവിടെ പണിയെടുക്കുന്ന KSRTCയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ബാധ്യതയല്ല എന്നും കോടതിയിൽ നിർലജ്ജം ഉളുപ്പില്ലാതെ ഒരു ഗവൺമെന്റ്, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, എന്നിട്ടും പോരാ സുഹൃത്തുക്കളെ, വീണ്ടും KSRTCയിൽ സ്വിഫ്റ്റ് എന്നുള്ള ഒരു കമ്പനി, സ്വകാര്യ കമ്പനി ആരംഭിച്ചിരിക്കുന്നു. സ്വിഫ്റ്റ് കേരളത്തിലെ KSRTCയിൽ സ്വിഫ്റ്റ് കമ്പനി തുടങ്ങിയിരിക്കുന്നു. മുതലാളിവൽക്കരണത്തിനുള്ള
സ്വകാര്യവൽക്കരണത്തിനുള്ള വഴിമരുന്നിട്ടുകൊണ്ട് സ്വിഫ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. സ്വിഫ്റ്റിന്റെ സ്ഥിതി എന്താ? സ്വിഫ്റ്റിൽ പണിയെടുക്കുന്ന കണ്ടക്ടറും ഡ്രൈവറും അവർക്ക് തൊഴിലവകാശങ്ങളില്ല. 8 മണിക്കൂർ ജോലി എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നം മാത്രമാണ് സുഹൃത്തുക്കളെ. 8 മണിക്കൂർ തൊഴിൽ എന്നുള്ളത് KSRTC ഇന്ന് നടപ്പില്ല. അവിടെ KSRTCയുടെ മാനേജ്മെന്റ് പറയുന്നതനുസരിച്ച് 715 രൂപ കൂലിയും വാങ്ങിക്കൊണ്ട് 12 മണിക്കൂറിലേറെയും പണിയെടുക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് തൊഴിലാളികളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അതുപോലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ മാന്യമായ ഒരു തൊഴിൽ വ്യവസ്ഥ, തൊഴിൽ സമയത്തിന് വ്യവസ്ഥ, മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ, ലീവ് ആനുകൂല്യങ്ങൾ, അതുപോലെ തൊഴിലാളികൾ പൊരുതി നേടിയിട്ടുള്ള ആ അവകാശങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി കരാർ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ കൂലിക്കെടുക്കുകയും വൈകുന്നേരം കൂലിയും കൊടുത്ത് എന്ന് പറഞ്ഞ് തൊഴിലാളികളെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്ന ഒരു നയം, നരേന്ദ്രമോദിയുടെ ആ തൊഴിൽ നയം കേരളത്തിലും നടപ്പാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ നടപ്പാക്കി ഇടതുപക്ഷീയതയുടെ കളിത്തൊട്ടിൽ എന്ന് പറയുന്ന ഈ കേരളം ട്രേഡ് യൂണിയൻ അവകാശങ്ങൾക്കും പോരാട്ടങ്ങൾക്കും പുകഴ്പെറ്റ ഈ കേരളത്തിൽ അങ്ങേയറ്റം തൊഴിലാളി വഞ്ചന ഒരു ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടമാടുകയാണ്. ഇതിനെതിരെ അടങ്ങിയിരിക്കുമോ ഈ രാജ്യത്തെ തൊഴിലാളികൾ, ഈ കേരളത്തിലെ തൊഴിലാളികൾ? ഇതെല്ലാം എക്കാലവും സഹിച്ച് അടങ്ങിയിരിക്കുമെന്നാണോ മഹത്തായ മെയ് ദിന പോരാട്ടത്തിന്റെ ദിനത്തിൽ ആത്മാഭിമാന പ്രചോദിതമായി AIUTUC ഈ മെയ് ദിനത്തിന്റെ ദിനത്തിൽ ഞങ്ങൾ ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുന്നു. ഈ തൊഴിലവകാശങ്ങളും മുതലാളിക്ക് അനുകൂലമായിട്ടുള്ള ഈ ഉമ്മാക്കി കാട്ടിക്കൊണ്ടും തൊഴിലാളികളെ ഊറ്റുവിലങ്ങിടാമെന്നും തൊഴിലാളികളെ നിലക്ക് നിർത്തിക്കളയാം എന്നും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ ഈ നാട്ടിൽ നടപ്പില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ മെയ് ദിനത്തിൽ ആയുധ പോരാട്ടങ്ങളിൽ മുഴുകാൻ തൊഴിലാളികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ട്രേഡ് യൂണിയന്റെ ഈ പരിപാടി ഇവിടെ അധ്യക്ഷൻ വഹിച്ചുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി AIUTUC ജില്ലാ സെക്രട്ടറി PM ശ്രീകുമാറിനോട് അഭ്യർത്ഥിക്കുന്നു.